മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള 1,24,000 അമ്പിയാക്കളിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മഹാനവറുകൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ തർക്കമുള്ളത്. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിക്കുകയും കുടുംബമായി ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ ശരീഅത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് കുടുംബജീവിതം, വൈവാഹിക ജീവിതം, സന്താന പരിപാലനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് തലങ്ങളുണ്ട്. അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ഒരു ജീവിതം മാത്രമല്ല, അതിൽ സന്താന പരിപാലനങ്ങളും മാതാപിതാക്കളെ സംരക്ഷിക്കലും കുടുംബബന്ധം ചേർക്കലെന്ന സിലത്തുൽ അർഹാമും എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാം. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കൂലികളെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് സ്വർഗീയമായ ജീവിതത്തിൻ്റെ ഒരു പരിശീലനം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതമായിട്ടാണ്. സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ഹും അവരും വ അസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിൻ്റെ താഴ്ഭാഗത്ത് നിഴലുകളിലായി അലൽ അറായിക്ക് മുത്തക്കിഊൻ അരീക്കത്ത് എന്നു പേരായ പ്രത്യേകമായ അണിയിച്ചൊരുക്കിയ കട്ടിലുകളുടെ മേൽ മുത്തക്കിഊൻ അവരിങ്ങനെ ചാരിയിരിക്കുകയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ വർണ്ണിച്ചപ്പോൾ സ്വർഗത്തിലെ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് നബിയെ സ്വർഗത്തിലെ ഞങ്ങളുടെ ഭാര്യമാർ ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോഴും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകൾ മുസ്തഫ നബി തങ്ങളോട് സ്വർഗത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോഴും ദുനിയാവിൽ നിന്നുള്ള ഭാര്യയും ദുനിയാവിൽ നിന്നുള്ള ഭർത്താവും തന്നെയാണ് എന്ന് മറുപടി പറയുകയുണ്ടായി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുകൂടി കൂട്ടിപ്പറഞ്ഞു. ദുനിയാവിൽ നിന്ന് സ്വഭാവത്താൽ ഏറ്റവും നന്നായ പുരുഷനാരാണോ ആ പുരുഷനെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സ്ത്രീ സെലക്ട് ചെയ്യുന്നതാണ്, തിരഞ്ഞെടുക്കുന്നതാണ്. ഭാര്യമാരുമായി നല്ല സ്വഭാവത്തിൽ വർത്തിക്കുന്ന ഭർത്താക്കന്മാർക്കാണ് സ്വർഗത്തിൽ സെലക്ഷൻ ലഭിക്കുക എന്നത് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസത്തെക്കുറിച്ച് പറയേണ്ടത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രവാചകർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യയോട് ഭർത്താവിനുള്ള ധാരാളം കടപ്പാടുകളെയും ഭർത്താവിന് ഭാര്യയോടുള്ള ധാരാളം കടപ്പാടുകളെയും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചിലരെങ്കിലും അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. ഭാര്യയും ഭർത്താവും കഴിഞ്ഞുകൂടുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ മആശറത്തുസ് സിവാജ് എന്ന് പറയുന്ന ഇണകളായുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ധാരാളമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്തു കൊടുക്കൽ അത്യാവശ്യമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തെ നമ്മളിങ്ങനെ മനനം ചെയ്യുമ്പോൾ, പരിശോധിക്കുമ്പോൾ പരസ്പര പൂരകങ്ങളായ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതിനെല്ലാം കൂലിയും നൽകപ്പെടും.
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പുന്നാര നബിയെ, ഞാനും എൻ്റെ ഭാര്യയുമായി ഇങ്ങനെ കളിച്ചിരുന്നാൽ അള്ളാഹു കൂലി നൽകുമോ? നബി തങ്ങൾ പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഭക്ഷണത്തിൻ്റെ ഉരുള വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് പോലും നിൻ്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ്. നമ്മൾ കുടുംബജീവിതം പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിക്കുകയും അതിൽ അവനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അല്ലാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ശ്വാസം ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് കുട്ടി എന്ന് പറയുന്നത് മരിക്കുന്നത് വരെയും കുട്ടി തന്നെയാണ്, പ്രായപൂർത്തിയാവുന്നത് വരെയല്ല. തനിക്കൊരു മകനുണ്ടായാൽ അല്ലെങ്കിൽ ഒരു മകളുണ്ടായാൽ ആ മകൻ്റെയും മകളുടെയും അവർ ഈമാനോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ ഓരോ ഈമാനോടുകൂടെയുള്ള ശ്വാസത്തിൻ്റെ എണ്ണത്തിലും മാതാപിതാക്കളുടെ ഏടുകളിൽ അല്ലാഹു ഹസനാത്തിനെ എഴുതുന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രതിഫലാർഹമായ കൂലിയുള്ള ഒരു ഇബാദത്തായിട്ടാണ് നമ്മൾ നിക്കാഹിനെയും കല്യാണത്തെയും കുടുംബജീവിതത്തെയും കാണേണ്ടത്. സന്താന പരിപാലനം അതിൻ്റെ രണ്ടാമത്തൊരു ഭാഗമാണ്. സന്താന പരിപാലനവും ഇതേ പ്രകാരം തന്നെയാണ്. പെൺകുട്ടികളെ നോക്കുന്നതിനെക്കുറിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും 2 പെൺകുട്ടികളുണ്ടാവുകയും അവരെ അവൻ പരിപാലിക്കുകയും ചെയ്താൽ അവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടുവിരലിനെയും നടുവിരലിനെയും നബിതങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. സ്വർഗത്തിൽ ഇപ്രകാരം കൂട്ടുകാരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുട്ടികളെ നോക്കുക, സന്താന പരിപാലനം, അതുപോലെ ഉമ്മാനെ നോക്കുക, ഉപ്പാനെ നോക്കുക, കുടുംബബന്ധം ചേർക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെരുന്നാൾ, വലിയ പെരുന്നാൾ വരാൻ പോവുകയാണ്. വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് കുടുംബബന്ധം ചേർക്കേണ്ട ദിവസം കൂടിയാണ്, സിലത്തുൽ അർഹാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ടൊരു സഹാബി വര്യൻ ചോദിച്ചു, പുന്നാര നബിയെ, ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് ചേർക്കുന്നു, അവരെന്നെ ഇങ്ങോട്ട് ചേർക്കുന്നില്ല നബിയെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, അവർ നല്ല ചൂടുള്ള വെണ്ണീർ കഴിച്ചതുപോലെയായി, തിന്നതുപോലെയായി എന്ന് മറുപടി പറയുകയായി. എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാഗം ക്ലിയറായി, അവരുടെ ഭാഗം പ്രശ്നമായി എന്നർത്ഥം. ഇങ്ങോട്ട് ചേർത്തിട്ടില്ലെങ്കിലും അങ്ങോട്ട് ചേർക്കണം, അതാണ് കുടുംബബന്ധത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്ന അതൊരു വിശാലാർത്ഥത്തിലെടുക്കേണ്ടതുണ്ട്. കേവലം ഭാര്യയും ഭർത്താവും മാത്രം ഒത്തൊരുമിച്ചുള്ള ഒരു ജീവിതത്തെയല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൻ്റെ നാനാർത്ഥത്തിൽ അതിനെ എടുക്കേണ്ടതുണ്ട്. അതിലെ ഓരോ കാര്യങ്ങളും ഇബാദത്തായി. രാവിലെ നേരം പുലരുമ്പോൾ മൺവെട്ടിയെടുത്ത് കൈക്കോട്ടെടുത്ത് പാടത്തേക്ക് പണിയെടുക്കാൻ പോകുമ്പോൾ അവൻ കൽബിൽ ഇങ്ങനെ വിചാരിച്ചു, പടച്ചോനെ, എൻ്റെ ഭാര്യയെയും സന്താനങ്ങളെയും നോക്കൽ നീ എനിക്ക് നിർബന്ധമാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് എന്നവൻ കൽബിൽ നിയ്യത്ത് ചെയ്താൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അവൻ ചെയ്യുന്ന മുഴുവൻ ജോലിയും ഫറദായ അമലിൻ്റെ കൂലിയായി അവന് എഴുതപ്പെടും. കാരണം ഫറദായ ഒരു അമല്, ഫറദായ ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഈ അമലിന് ഇറങ്ങിയിരിക്കുന്നത്. സുന്നത്തായ അമലിലേക്കുള്ള വഴിയും സുന്നത്താണ്, ഫറദായ അമലിലേക്കുള്ള വഴിയും ഫറദായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിയ്യത്തുകളെ കൊണ്ട് കുടുംബജീവിതത്തെ നമുക്ക് ഇബാദത്തായി മാറ്റാൻ വേണ്ടി കഴിയണം. പരിശുദ്ധമായ ദീനിലെ കുടുംബജീവിതം എന്ന് പറയുന്നത് അതൊരു കേവലം തമാശയോ ഒരു നേരം പോക്കോ അല്ലെങ്കിൽ അതൊരു ആഘോഷമോ, വിവാഹം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും അതൊരാഘോഷം മാത്രമായി ചുരുങ്ങുകയാണ്. അതൊരു ഇബാദത്ത്, അതൊരു ആരാധന, പുണ്യമാക്കപ്പെട്ട ഒരു അമൽ എന്നതിൽ നിന്ന് പലപ്പോഴും പിറകോട്ട് പോകുന്നു. ഇങ്ങനെ പിറകോട്ട് പോകുന്നതിൻ്റെ കാരണം അതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, തുടക്കത്തിൽ പറഞ്ഞത് അതാണ്.
1,24,000 അമ്പിയാക്കൾ വന്നിട്ടുള്ള എല്ലാ നബിമാരും ചെയ്തിട്ടുള്ള വളരെ പുണ്യമായ ഇബാദത്ത്. ആദ്യത്തെ കല്യാണം അബുൽ ബഷറായ ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മയെ വിവാഹം കഴിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാനത്തെ കല്യാണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിൽ നടക്കുന്ന തൃക്കല്യാണം എന്ന് പറയുന്ന സ്വർഗീയമായ കല്യാണമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന പുണ്യമായ ഇബാദത്ത്, അതിനിടയിൽ സ്വർഗത്തിൽ വലിയ ദറജ കിട്ടാനും വലിയ വലിയ കൂലികൾ കിട്ടാനും ആവശ്യമായ ഒരുപാട് കാര്യങ്ങളെ അല്ലാഹു തആല വേറെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ നോക്കുന്നതിന്, സന്താനങ്ങളെ പരിപാലിക്കുന്നതിന്, കുട്ടികൾ കാരണമായി ഉറക്കൊഴിക്കുന്നതിന്, ഗർഭം ധരിക്കുന്നതിന്, പ്രസവിക്കുന്നതിന്. ഒരു പെണ്ണ് ഗർഭിണിയാവുകയും ഒരിക്കൽ പ്രസവിക്കുകയും ചെയ്താൽ 100 ഷഹീദ് എന്ന 100 ഷഹീദിൻ്റെ കൂലി ആ സ്ത്രീക്ക് അവരുടെ ഏടിൽ എഴുതപ്പെടുന്നതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ്, കുടുംബജീവിതത്തെ ഒരു ഇബാദത്തായി കാണുമ്പോൾ മാത്രമാണ് അതിലുള്ള എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. കുടുംബജീവിതത്തിൽ നിഅമത്തുകളും നിഖ്മത്തുകളും ഉണ്ടാവും, ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും, അനുഗ്രഹങ്ങളുണ്ടാവും, അനുഗ്രഹമല്ലാത്ത ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാവും. ആസ്വദിക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകും, ക്ഷമിക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും. ആസ്വാദനത്തിനും കൂലി നേടാൻ കഴിയണം, ക്ഷമക്കും കൂലി നേടാൻ കഴിയണം. മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നേടുന്നതിന് വേണ്ടി അവന് സംവിധാനിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ഭാര്യ ഭർത്തൃ സംസർഗമാകുന്ന ജിമാ വരെ നിയ്യത്തുകളെ കൊണ്ട് ഇബാദത്താക്കി മാറ്റാൻ സാധ്യമാവുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധമായ ദീൻ മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതമായി അതിനെ മാറ്റാൻ നമുക്ക് സാധ്യമാകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നിയ്യത്തുകളെ കൊണ്ട് ഇബാദത്താക്കുന്ന കുടുംബജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മഹത്തായ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ